എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ആ ചെറുപ്പക്കാരന് ഒരിക്കൽ നബിതങ്ങളോടൊപ്പം യാത്ര ചെയ്യുവാനും ഒരു രാത്രിയിൽ നബിതങ്ങളോടൊപ്പം ചിലവഴിക്കുവാനുള്ള അവസരം കിട്ടി. റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിക്ക് ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം യാത്ര ചെയ്യുവാനും ആ പ്രവാചകനോടൊപ്പം ഒരു രാത്രിയിൽ കഴിച്ചുകൂട്ടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അവസരം കൊടുത്തു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ സ്വഹാബിയും നബിതങ്ങൾ അന്ന് രാത്രിയിൽ കിടന്നുറങ്ങുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങി, നബിതങ്ങൾ കിടന്നുറങ്ങി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാത നമസ്കാരത്തിന് വേണ്ടി പ്രവാചകന് രാത്രിയിലൊക്കെ നിന്ന് നിസ്കരിക്കാറുണ്ട്. അപ്പൊ ആ രാത്രികാലങ്ങളിലെ പ്രവാചകന്റെ ഇബാദത്തുകൾ, ആ നിസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒളിവെടുക്കുവാനുള്ള വെള്ളവും തയ്യാറാക്കി പ്രവാചകന്റെ വീടിന്റെ റൂമിന്റെ വാതിലിന്റെ പുറകിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ അവിടെ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായ സ്വഹാബി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ എഴുന്നേക്കും, പ്രവാചകൻ ഇബാദത്തിന് വേണ്ടി എഴുന്നേക്കും. അപ്പോൾ ഒളിവെടുക്കാൻ വെള്ളം കൊടുക്കണം, തണുപ്പാണ്, പ്രയാസമാണ്, പച്ചവെള്ളത്തിൽ ഒളിവെടുക്കൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചൂടുവെള്ളവും തയ്യാറാക്കി നബിതങ്ങൾ ഉണരുന്നതും കാത്ത് ആ രാത്രി മുഴുവനും ഉറങ്ങാതെ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് പ്രവാചകൻ രാവിലെ അതാ നിസ്കാരത്തിന് വേണ്ടി, തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി പ്രവാചകൻ അവിടെ നിന്ന് ഉളുവെടുക്കുന്നതിന് വേണ്ടി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ചെറുപ്പക്കാരൻ കയ്യിൽ വെള്ളവും പിടിച്ചുകൊണ്ട് നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വെള്ളവുമായി കടന്നു ചെന്നിട്ട് റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ആ സ്വഹാബി വര്യൻ അവിടെ നിന്ന് വെള്ളം പ്രവാചകന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ടടങ്ങൾ നിറയുകയാണ്. കാരണം ഈ ചെറുപ്പക്കാരൻ ഒരു രാത്രി മുഴുവനും ഉറങ്ങാതെ നബിതങ്ങൾക്ക് വെള്ളവുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണരുന്നതും കാത്ത് തന്റെ റൂമിന്റെ പുറത്തു കാത്തു നിൽക്കുകയാണ്. ഈ സ്നേഹം കണ്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി. ഒരു രാത്രി മുഴുവനും ഉറങ്ങാതെ നബിതങ്ങളുടെ റൂമിന്റെ പുറത്ത് വെള്ളവുമായി കാത്തുനിന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്തിക്കുന്നു, ഈ ചെറുപ്പക്കാരൻ എന്നോട് എന്ത് സ്നേഹമാണ് പടച്ചവനെ, വല്ലാത്ത സ്നേഹമാണല്ലോ. ഈ സ്നേഹത്തിന് പകരമായിട്ട് ഞാൻ എന്തേ കൊടുക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമാവുകയാണ്. ആ പ്രവാചകന്റെ ആത്മാർത്ഥ, ആ സഹോദരന്റെ, ആ ചെറുപ്പക്കാരന്റെ ആത്മാർത്ഥമായ സ്നേഹം കണ്ടപ്പോ നിബിതങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ആ ചെറുപ്പക്കാരനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? നിനക്ക് എന്താണ് വേണ്ടത്, നീ ചോദിക്ക് റബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ വെള്ളം പിടിച്ചുകൊണ്ട് നബിതങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, നിനക്കെന്താണ് വേണ്ടത്, നിനക്കെന്താണ് വേണ്ടത്, എന്ത് വേണമെങ്കിലും നീ ചോദിച്ചോ, നിനക്ക് തരാമെന്ന് നബിതങ്ങൾ പെട്ടെന്ന് പറയുകയാ.
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്, മോനെ നിനക്ക് എന്താണ് വേണ്ടത്? എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ ഇന്ന് തരാമെന്ന് നബി തങ്ങൾ പറയുമ്പോ ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? എന്ത് ചോദിച്ചാലും തരാമെന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാ, അസ്അലുക മുറാഫതക ഫിൽ ജന്ന. ഒരേ ഒരു ചോദ്യമേ നബി തങ്ങളോട് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. അധികാരമല്ല ചോദിച്ചത്, പണമല്ല ചോദിച്ചത്, പടച്ചവനെ സന്തോഷമുള്ള ജീവിതമല്ല ചോദിച്ചത്. ആ പാവപ്പെട്ടവനായ ഒരു നേരത്തിന് അന്നമില്ലാത്ത പാവപ്പെട്ട ചെറുപ്പക്കാരനായ സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് പണമല്ല വേണ്ടത്, അധികാരമല്ല വേണ്ടത്, വീടല്ല വേണ്ടത്, കഴിക്കാൻ ഭക്ഷണമല്ല വേണ്ടത്. എനിക്ക് വേണ്ടത് എന്തെന്നറിയുമോ? അസ്അലുക മുറാഫതക ഫിൽ ജന്ന. എനിക്ക് സ്വർഗം വേണം നബിയേ, എനിക്ക് സ്വർഗം വേണം നബിയേ. പടച്ചവനെ നബി തങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് സ്വർഗമാണ് വേണ്ടത്. സ്വർഗം മാത്രമല്ലടോ ചോദിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണം, എനിക്ക് അങ്ങയുമായിട്ട് ഇതുപോലെ സഹവസിക്കണം, അതുകൊണ്ട് എനിക്ക് സ്വർഗം തരണേ എന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഔ ഗൈറ ദാലിക, നീ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കുക. സ്വർഗമല്ലാതെ വേറെ എന്തെങ്കിലും വേണോ? സ്വർഗമല്ലാതെ വേറെ എന്തെങ്കിലും ചോദിക്കൂ. കാരണം പടച്ചവനെ ചോദിച്ചത് സ്വർഗമാണ്. സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരനാകണം, നിബിതങ്ങളോടൊപ്പം സഹവസിക്കണം. ആ ചോദ്യമാണ് നിബിതങ്ങളോട് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കൂ. വേണ്ട നബിയേ, എനിക്ക് സ്വർഗമല്ലാതെ വേറെ ഒന്നും വേണ്ട നബിയേ. എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് നിബിതങ്ങൾ ആദ്യമേ പറഞ്ഞതാണ്. ചോദിക്കുന്നത് സ്വർഗമാണ്. ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗമല്ലോ. അതിനു വേണ്ടിയല്ലേ നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയല്ലേ സദഖ കൊടുക്കുന്നത്, അതിനു വേണ്ടിയല്ലേ ദിക്റുകൾ പറയുന്നത്, അതിനു വേണ്ടിയല്ലേ ഉറക്കമൊഴിച്ച് ഈ രാത്രിയിൽ ഇവിടെ വന്ന് കസേരയിലിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടത് സ്വർഗമാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതും സ്വർഗം തന്നെയാണ്. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും നമ്മൾ പടച്ചവനോട് ചോദിക്കുന്നത് സ്വർഗമാണ്. എന്നിട്ട് പറയുന്നു, നാഥാ, ഖാബിദൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ ജീവിതത്തിൽ അവസാനമായിട്ട് എനിക്ക് കാണേണ്ടത് സ്വർഗമാ. അല്ലാഹ്, എനിക്ക് സ്വർഗം കണ്ട് മരിക്കണം തമ്പുരാന്. എല്ലാവരുടെ ആഗ്രഹം ഇത് തന്നെയാണ്, എല്ലാവരുടെ ആഗ്രഹം ഇത് തന്നെയാണ്. എല്ലാവർക്കും വേണ്ടത് സ്വർഗമാണ്. പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവനും വേണ്ടത് സ്വർഗമാണ്. അല്ലാഹുവിനെ മറന്നുകൊണ്ട് കള്ള് കുടിച്ചുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് പലിശ തിന്നുകൊണ്ട് വൃത്തികേടുകൾ ചെയ്തുകൊണ്ട് ഈ നാട്ടിലൂടെ നടക്കുന്നവനും വേണ്ടത് സ്വർഗമാണ്. എല്ലാവർക്കും സ്വർഗമാണ് വേണ്ടത്. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങളൊക്കെ കരുതിയോ? വിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാ, പടച്ചവനെ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ കരുതിയോ? ഇല്ലടോ. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ വല്ലാത്ത പ്രയാസമാ. അതത്ര എളുപ്പത്തിൽ കയറി പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വയനാട് ചുരം പോലെ എളുപ്പത്തിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വഴിയല്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ വല്ലാത്ത കടമ്പയാണ്. ഒരുപാട് കഷ്ടപ്പെടണമല്ലോ, ഒരുപാട് പ്രയാസം അനുഭവിക്കണം.
അനുഭവിക്കണമല്ലോ, ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കണമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാ, ഫലമ്മാ യതികും മസലുൽ ലദീന ഖലവു മിൻ ഖബലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കാതെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാൻ കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്നേഹം കൂടിയപ്പോൾ ചോദിച്ചു, റബീയ മോനെ, നിനക്ക് എന്താ വേണ്ടത്? നീ ചോദിക്കൂ, നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം, നീ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരാം. ആ ചെറുപ്പക്കാരൻ കിട്ടിയ അവസരം മുതലാക്കി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് സഹവസിക്കണം. ഇപ്പൊ ഈ രാത്രിയിൽ ഞാൻ അങ്ങയുടെ കൂടെയാണ്, ഇതുപോലെ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലും എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം, അങ്ങയുടെ കൂട്ടുകാരനാകണം, അങ്ങയോടൊപ്പം എനിക്ക് ഒരുമിച്ച് നടക്കണം, അതുകൊണ്ട് എനിക്ക് സ്വർഗം വേണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മോനെ, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നീ ചോദിക്കുക, കാരണം സ്വർഗം എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന ഒന്നല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറയണം, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സ്വർഗത്തിൽ വെറുതെ കയറി പോകാൻ പറ്റുമോ? നിങ്ങൾ പറ, വെറുതെ കയറി പോകാൻ പറ്റുമോ? എന്താ വയനാട് ജ്വരമല്ലല്ലോ കയറി പോകാൻ. ഇപ്പൊ നിലമ്പൂര് പാട്ട് കേൾക്കണമെങ്കിലും പാസ് വേണ്ടേ? വേണോ? നിങ്ങളൊക്കെ മലക്കുകൾ, ഞാൻ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട്. പാസ് വേണ്ടേ? ഫ്രീ ആണ്. പാട്ടൊക്കെ കേൾക്കാൻ ഫ്രീയാ? ആ കറങ്ങണ സാധനത്തിലേക്ക് കയറണേ പൈസ കൊടുക്കണ്ടേ? മക്കളെ കൊടുക്കണ്ടടാ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗമെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ എന്താ, മഹാനായ ഒരു വലിയന്റെ ചരിത്രം പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ജുനൈദുൽ ബഅദാദി ഞങ്ങളാണെന്ന് മഹാനവറുകളുടെ ചരിത്രം പറയുക. ഒരു യാത്രയിൽ ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിന്റെ മുമ്പിൽ ചെന്നപ്പോ ഒരു കാവൽക്കാരൻ ചോദിക്കുന്നുണ്ട്, ബാത്റൂമിന്റെ മുമ്പിൽ പ്രൈവറ്റ് സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലൊക്കെ പോകാറുണ്ടല്ലോ, സ്റ്റാൻഡിലൊക്കെ ആ മൂത്രപ്പുരയിൽ ഒരാൾ കസേര ഇട്ടിട്ടിരിക്കുന്ന പോലെ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. മഹാനവറുകളോട് പറഞ്ഞു പൈസ തരാൻ. മഹാനവറുകൾ കരയാൻ തുടങ്ങി. അവിടെ ഇരിക്കുന്ന മനുഷ്യൻ വിചാരിച്ചു പൈസ ഇല്ലാത്തോണ്ടാ കരയണേ, നിങ്ങൾ പൈസ ഒന്നും തരണ്ട, കയറിക്കൊള്ളാൻ പറഞ്ഞു. മഹാനവറുകൾ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോവുകയാ. അപ്പൊ കൂടെ വന്നവര് ചോദിച്ചു, തങ്ങളെ എന്തിനാ കരയുന്നേ? അപ്പോഴാണ് മഹാനവറുകൾ പറയുന്നത്, ശൈത്താന്റെ വീട്ടിൽ കയറണമെങ്കിൽ പൈസയും കൊടുക്കണം, അവിടെ കാവലിനാളിരിക്കുന്നുണ്ട്. അപ്പൊ സ്വർഗത്തിൽ പോണെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടാ, ശൈത്താന്റെ വീടാണ് ബാത്റൂം. ആ ബാത്റൂമിന്റെ മുമ്പിൽ കാവൽക്കാരൻ നിൽക്കുന്നു, അതിനകത്ത് കയറണമെങ്കിൽ പൈസ കൊടുക്കണം. അപ്പൊ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം സഹോദരങ്ങളെ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അപ്പൊ സ്വർഗം വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അരക്കയ്യന്മാരെ ഒന്നും അവിടെ കയറ്റത്തില്ല കേട്ടാ. അവിടെ ന്യൂനതയൊന്നും ഇല്ല, എല്ലാരും നല്ലവരാ. കൈപൊക്കിയ അള്ളാഹുവേ, ഈ കൈപൊക്കിയവർക്ക് മുഴുവനും നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തില്ലെങ്കിലും ഈ ഒരൊറ്റ നന്മ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ചല്ലോ അല്ലാഹ്, ഈ നന്മയ്ക്ക് പകരം നീ സ്വർഗം കൊടുക്കണേ പടച്ചവനെ. മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ടു മരിക്കുന്ന മുത്തഖീങ്ങളിൽ നീ പെടുത്തണേ റഹ്മാനെ. ആ കൈവക്കാത്ത ചങ്ങാതിക്ക് നീ ആഗ്രഹം കൊടുക്കണേ തമ്പുരാനെ. അതിന് ആമീൻ പറ. പൈസ ഒന്നും ചോദിച്ചില്ല, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം ഉണ്ടോന്ന് വെച്ചപ്പോ രണ്ട് കയ്യും ഇങ്ങനെ കെട്ടിയിട്ട് മസില് പിടിച്ച് നിൽക്കുക. മതവിളകുന്ന ആന വന്നാലും ഞാൻ അനങ്ങാറില്ല ഉസ്താദേ. അള്ളാഹു ആ മനുഷ്യനെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. വേണ്ടവരൊക്കെ ഒന്നുകൂടെ കൈപൊക്കിക്ക്. ഇതാദ്യം പൊക്കാൻ വലിയ മടിയായിരുന്നു നമുക്ക്. ഇപ്പൊ എല്ലാവർക്കും പൊക്കാൻ കഴിയുന്നുണ്ട്. വേണമെന്ന് വെച്ചാൽ അപ്പൊ പൊക്കാനൊക്കെ അറിയാം. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. ഈ പുറത്ത് നിൽക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ആഗ്രഹം എന്തെന്നറിയോ? എവിടെ പോണോന്നാ? കൈതാഴ്ത്തിയിട മക്കളെ. ഈ ഇരിക്കണ എല്ലാ ചങ്ങാതിമാർക്കും എവിടെ പോണോന്ന് ആഗ്രഹം? നിങ്ങൾ പറയടോ. പൈസ വല്ലതും വേണോ? ഈ പുറത്ത് നിൽക്കുന്ന ചങ്ങാതിമാരുടെ ഏറ്റവും വലിയ ആഗ്രഹം എവിടെ പോണോന്നാ? ഉറക്കെ പറയട മക്കളെ, എവിടെ പോണോന്നാ? കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കണ്ടിട്ട് ഇറങ്ങിയിരിക്കാൻ വയ്യ, ഇനി ഞാൻ പോന്നേ.
ഈ പുറത്തു നിൽക്കുന്ന എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന. എന്ന കണ്ണിന്റെ മുമ്പിൽ ദുനിയാവിലെ സ്വർഗം അല്ല കാണിച്ചു കൊടുക്കുന്ന, കേറിയിരിക്ക്. ഇല്ല അല്ല, ഞാൻ പുറത്തേ നിൽക്കത്തുള്ളെന്ന്. ചിലപ്പോ പുറത്തായി പോകും ചങ്ങാതി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഇറങ്ങിയിരിക്കുക. അതാ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ഇറങ്ങിയിരിക്കുക, നിങ്ങൾ പോയി കിടന്നുറങ്ങും. അള്ളാഹു അവർക്ക് സന്തോഷമുള്ള ജീവിതം കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് പോകുന്നത്ര എളുപ്പകാര്യമല്ല. ഒരു പ്രവാചകൻ സ്വർഗത്തിൽ പോയ കഥ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് പോകൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന 2 പ്രവാചകന്മാരുണ്ട്. ആരൊക്കെയാ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാര്? ഇങ്ങോട്ട് നോക്ക് കാക്കാമാരെ. 6 അടി നീളത്തിൽ ഞാൻ നിൽക്കുമ്പോ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് നോക്കണേ? ഇവിടെ നീളത്തിൽ ഞാൻ നിൽക്കുന്നില്ലേ? എടോ, ഇന്ന് ജീവിച്ചിരിക്കുന്ന 2 പ്രവാചകന്മാരുണ്ട്. ആരൊക്കെയാ? ഒന്ന് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. പിന്നെ 2 നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ ഉസ്താദേ. രണ്ടാമത് ജീവിച്ചിരിക്കുന്ന, ആകാശത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകനാരാ? ഇദ്രീസ് നബി അലൈഹിസ്സലാം. ആകാശത്ത് ജീവിച്ചിരിക്കുന്ന 2 പ്രവാചകന്മാർ, ഒന്ന് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, 2 ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം എങ്ങനെയാണ് ആകാശത്തിലേക്ക് ഉയർന്നു പോയത് എന്ന് നമ്മൾ ചരിത്രം പഠിച്ചവരാ, നമുക്കറിയാം. എന്നാൽ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മളിൽ പലർക്കും അറിയാറില്ല. ഇദ്രീസ് നബി എങ്ങനെയാണ് സ്വർഗത്തിൽ പോയത് എന്ന ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചു നോക്ക്. മനോഹരമായ ഒരു ചരിത്രമാണ്. ഇദ്രീസ് നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ചിരി വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇദ്രീസ് നബി എങ്ങനെയാണ് സ്വർഗത്തിൽ പോയതെന്നറിയോ? ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് അസ്റായിൽ ഇങ്ങനെ വരാറുണ്ട്. അസ്റായിലും ഇദ്രീസ് നബിയും തമ്മിൽ വലിയ കൂട്ടുകാരാ. അള്ളാഹു നമുക്കും ആ മലക്കിനെ കാണാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഏത് മലക്കിനെ? അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനെ കാണുമോ? എന്താടാ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൽ സംശയം ഉണ്ടെന്നല്ലേ? അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് എന്തായാലും നമ്മളെ കാണാൻ വരും, നമ്മളെ കൊണ്ടുപോകാൻ വരും. അള്ളാഹു നല്ല കോലത്തിൽ കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ ഇങ്ങനെ കാണാൻ വരുമ്പോ 2 പേരും തമ്മിൽ വലിയ കൂട്ടുകാരായി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്ന ചിലർക്ക് മലക്കുകളുമായിട്ട് നല്ല ബന്ധമുള്ളവരുണ്ട്. മലക്കുകൾക്കറിയാം, നിന്റെ പേരറിയാം, നിന്റെ വീടറിയാം, നിന്റെ ശബ്ദം പോലും അള്ളാഹുവിന്റെ മലക്കുകൾക്കറിയാം. അപ്പൊ മലക്കുകളുമായിട്ട് ഫ്രണ്ട്സുകളാകാൻ കഴിയുന്നവരുണ്ട്. അപ്പൊ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കാണാൻ വന്നപ്പോ ഇദ്രീസ് നബി അലൈഹിസ്സലാം ഒരിക്കൽ അസ്റായിലിനോട് പറഞ്ഞു, അസ്റായിലെ, മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന് പറയുന്നല്ലോ, അതുകൊണ്ട് എനിക്കൊന്ന് മരിക്കണം, എന്നെ നീ ഒന്ന് മരിപ്പിക്കണം, എന്നിട്ട് എനിക്ക് മരിച്ചതിന് ശേഷം ജീവൻ തിരിച്ചു തന്നാ മതി. അപ്പൊ ഈ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കൊന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അത് അള്ളാഹുവിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണല്ലോ മരണമൊക്കെ. അപ്പൊ ഇദ്രീസ് നബി തന്നെ ആഗ്രഹം പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് അള്ളാഹുവിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു, പടച്ചോനെ, ഈ ചങ്ങാതി ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നു, എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായിലിനോട് അനുവാദം കൊടുത്തു, ആ പ്രവാചകന്റെ റൂഹ് പിടിക്കുവാനും തിരിച്ചതുപോലെ തന്നെ കൊടുക്കുവാനും. അങ്ങനെ ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിടിച്ചതിന് ശേഷം അവിടെ നിന്ന് ജീവൻ തിരിച്ചു കൊടുത്തു. അസ്റായിൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയെ, എങ്ങനെയുണ്ടെന്ന് മരണം? സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. എന്തിനാ നരകവും മരണവും ഖബറും ഒക്കെ? നിന്നെ ഒന്ന് കണ്ടാ മതിയല്ലോ, അപ്പൊ തന്നെ തീരുവല്ലോ. വല്ലാത്ത വേദനയാ. അങ്ങനെ ഒരുപാട് നാളുകൾ കഴിഞ്ഞു. പിന്നീട് ഒരിക്കൽ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കാണാൻ അസ്റായിൽ വന്നു. അപ്പൊ രണ്ടാമത്തെ ആഗ്രഹം പറഞ്ഞു, അള്ളാഹുവിന്റെ ഭയാനകമായ നരകം, ശിക്ഷകൾ കൊണ്ട് നിറച്ചിരിക്കുന്ന ആ നരകം എനിക്കൊന്ന് കാണണം അസ്റായിൽ. എന്നെ ഒന്ന് കൊണ്ടൊന്ന് കാണിച്ചതാ. ഊട്ടിയും കൊടൈക്കനാലൊന്നും അല്ലല്ലോ, ഇപ്പൊ എല്ലാവരും ഊട്ടിയും കൊടൈക്കനാലും. ഇവിടെ സ്ഥലമുണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ മസനഗുടി വഴിയെല്ലാം ഊട്ടിയിലേക്കാ പോകുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ എല്ലാവരും മസനഗുടി വഴി നേരെ ഊട്ടിയിലെ, എന്താണെന്നറിയില്ല, ഇതിപ്പോ ട്രെൻഡായി മാറിയിരിക്കുക. എല്ലാവരും ഇപ്പൊ അതിലേക്കൂടാ പോകുന്നത്. അള്ളാഹു എന്തായാലും ഖബറ് വഴി മഹ്ശറയിലേക്ക് പോകാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവരൊക്കെ മസനഗുടി വഴി ഊട്ടിയിലോ കൊടൈക്കനാലോ എങ്ങോട്ടോ പോട്ടെ, നമ്മളെങ്ങോട്ടാ പോന്നെ?
പള്ളിപ്പറമ്പിലെ ഖബർ വഴി നേരെ മഹ്ശറ വഴി സിറാത്ത് വഴി നാളെ സ്വർഗത്തിലേക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കൊന്ന് നരകം കാണണം. അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ അള്ളാഹു നരകം കാണിക്കുവാനുള്ള അവസരം കൊടുത്തു. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി നരകം ഒന്ന് കാണിച്ചു കൊടുത്തു. മതി അസ്റായീലേ, എനിക്ക് കാണണ്ട പടച്ചവനെ. തിരിച്ചു കൊണ്ടുപോയി. എങ്ങനെയുണ്ട് നബിയെ? അള്ളാഹുവെ, പടച്ചവനെ ഇതെങ്ങാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ കണ്ടാൽ പടച്ചവനെ പിന്നെ അവൻ അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കൂല. അങ്ങനെ ഒരുപാട് നാളുകൾ കഴിഞ്ഞു. തന്റെ മൂന്നാമത്തെ ആഗ്രഹം അസ്റായീൽ അലൈഹിസ്സലാം വന്നപ്പോ പറഞ്ഞു, അസ്റായീലെ, ഇനി ഒരാഗ്രഹം കൂടെ എനിക്കുണ്ട്. ഇതുകൂടെ ഉള്ളു, ഇനി വേറെ ഒന്നുമില്ല. എനിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമൊന്ന് കാണണം. നീ എങ്ങനെയെങ്കിലും അതിനുള്ള അനുവാദം മേടിച്ചു തരണം. അങ്ങനെ അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തു അസ്റായീൽ അലൈഹിസ്സലാമിനോട് ഇദ്രീസ് നബിയെ ഒന്ന് സ്വർഗം കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇദ്രീസ് നബിയും മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ സ്വർഗത്തിന്റെ മുമ്പിൽ ചെന്നുവത്രേ. അസ്റായീൽ അലൈഹിസ്സലാം ഇദ്രീസ് നബിയോട് പറഞ്ഞു, നബിയെ, ആ കാണുന്നതാണ് സ്വർഗം. ഒന്ന് പോയി കണ്ടിട്ട് പെട്ടെന്ന് വരണം, ഞാൻ ഇവിടെ നിൽക്കാം. അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വർഗത്തിനകത്ത് കയറി. സ്വർഗത്തിലെ കൊട്ടാരങ്ങളും അരുവികളും പഴങ്ങളും പദവികളും അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഈ പ്രവാചകൻ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇറങ്ങി വരുന്നില്ല. സ്വർഗത്തിൽ കയറി ഇദ്രീസ് നബി ഇറങ്ങി വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ ഇറങ്ങിവാ. നബിയെ, ചങ്ങാതി ഇറങ്ങണില്ല അതിനകത്തുനിന്ന്. പറയുന്ന മറുപടി, അള്ളാഹു എന്നെ ഇതിനകത്ത് നിന്ന് ഇറക്കി വിടാതെ ഞാൻ ഇനി ഇറങ്ങൂല. രണ്ടുപേരും തമ്മിൽ വഴക്കായി, തർക്കമായി. അപ്പോഴാണ് മധ്യസ്ഥനായിട്ട് പടച്ചവനെ ആകാശത്ത് നിന്നൊരു മലക്കിന് അള്ളാഹു പറഞ്ഞു വിടുകയാ. അള്ളാഹുവിൻ അറിയാഞ്ഞിട്ടല്ല സഹോദര, അവിടെന്ന് പറഞ്ഞു വിടുകയാണ്. മലക്ക് വന്ന് അസ്റായീലിനോട് കാര്യങ്ങൾ മുഴുവനും തിരയുകയാണ്. എന്നിട്ട് പടച്ചവനെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ചെന്ന് ചർച്ച ചെയ്യുകയാണ്. അപ്പോഴാണ് ഇദ്രീസ് നബി പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇദ്രീസ് നബി പറഞ്ഞത് 3 കാരണങ്ങളാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പോകാത്തതിന് പറഞ്ഞത് 3 കാരണമാ. പടച്ചവനെ, നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കടോ. ഇദ്രീസ് നബി പറയുകയാ, ഒന്നാമതായി പറയുന്നത്, ഒരാൾ ഒരു വട്ടമല്ലേ മരിക്കുകയുള്ളൂ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖസിക അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇദ്രീസ് നബി പറയുകയാണ്, ഒരാൾക്ക് ഒരു മരണമേ ഉള്ളൂ. ഒരു മരണമല്ലേ ഒരു മനുഷ്യനുള്ളൂ. പടച്ചവനെ, മരണത്തിന്റെ വേദന എല്ലാവരും അനുഭവിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹു പറയുന്നു, എല്ലാവരും മരണത്തിന്റെ വേദന അനുഭവിക്കുന്നവരാണെന്ന്. ആ മരണത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചല്ലോ. ആ മരണത്തിന്റെ വേദന ഞാൻ അറിഞ്ഞല്ലോ. ഇദ്രീസ് നബി രണ്ടാമതായി പറയുകയാ, എല്ലാവരും അവരവരുടെ കണ്ണുകൾ കൊണ്ട് നരകം കാണുമെന്ന് അല്ലാഹു പറയുകയാ. എല്ലാവരും കാണുമടോ. മോശമായവനും നല്ലവനും അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തെ എല്ലാവരും അവരവരുടെ കണ്ണുകൊണ്ട് കാണുകയാ. പടച്ചവനെ, ഇദ്രീസ് നബി പറഞ്ഞു, ആ നരകം ഞാൻ കണ്ടല്ലോ. 3 സ്വർഗത്തിൽ കയറിയ ഒരാള് പടച്ചവൻ ഇറക്കി വിടില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു എന്നെ ഇതിനകത്ത് നിന്ന് ഇറക്കി വിടാതെ ഞാൻ ഇതിനകത്ത് നിന്ന് ഇറങ്ങില്ല എന്ന് കാരണം പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ പ്രവാചകനെ അവിടെ തന്നെ വിട്ടേക്കാൽ. അങ്ങനെയാണ് ഇദ്രീസ് നബി സ്വർഗത്തിൽ കയറിയത്. ഒരു പ്രവാചകന് സ്വർഗത്തിൽ കടക്കാൻ കാണിച്ച വഴിയെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അത് പോകലത്ര എളുപ്പമല്ല, അവിടെ പോകലത്ര എളുപ്പമല്ല. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരെ, നിങ്ങൾ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരാ. റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അസ്അലുക മുറാഫതക ഫിൽ ജന്ന,
എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, അങ്ങയുടെ കൂടെ നടക്കണം നബിയേ. എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞ നബി തങ്ങള് അവിടെന്ന് ചോദിക്കുന്നു, റബിയ നിനക്ക് വേറെ എന്തെങ്കിലും വേണോ റബിയ? ഒന്നും വേണ്ട പടച്ചവര് നബിയേ, എനിക്കൊന്നും വേണ്ട നബിയേ, എനിക്ക് സ്വർഗം മതിയെന്ന പ്രവാചകനോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, റബിയ നിനക്ക് ഞാൻ ആ സ്വർഗം വാങ്ങിച്ചു തരാ റബിയ. ആ സ്വർഗത്തിൽ എന്റെ കൂടെ നടക്കണോ റബിയ? ആ സ്വർഗത്തിൽ എന്റെ കൂടെ സഹവസിക്കണോ റബിയ? എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നീ ഒരു കാര്യം ചെയ്യണേ റബിയ, ഒരേ ഒരു കാര്യം നീ ചെയ്യണേ റബിയ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്ത് നന്മയാ ഞാൻ ചെയ്യേണ്ടത്? എന്ത് കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് റബിയ ചോദിക്കുമ്പോ യതീംഖാനയുടെ മുമ്പിൽ വഅദ് കേൾക്കാമെന്ന ഉമ്മമാരോട്, ഉപ്പമാരോട്, പെങ്ങന്മാരോട്, ചെറുപ്പക്കാരോട്, മോനെ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബിയുണ്ടല്ലോ, ആ മുത്തുനബിയോടൊപ്പം നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ നിനക്ക് നടക്കണോ? നബി തങ്ങളുടെ കൂടെ സഹവസിക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നീ ചെയ്യേണ്ടത് ഒരു നന്മയാ, നീ ചെയ്യേണ്ടത് ഒരേ ഒരു നന്മയാ. ഏത് നന്മയാണെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, റബിയ ഫഅനി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, നീ സുജൂദുകൾ അധികരിപ്പിക്കണേ റബിയ, നീ സുജൂദുകൾ അധികരിപ്പിക്കണേ നബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ സുജൂദുകൾ അധികരിപ്പിക്കണേ, നീ സുജൂദുകൾ അധികരിപ്പിക്കണേ. എങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ എന്റെ കൂടെ നിനക്ക് കടന്നു വരാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ അധികമായിട്ട് സുജൂദ് ചെയ്യണേ. എന്താണ് സുജൂദ് എന്ന് പറഞ്ഞാൽ നിനക്കറിയുമോ? എടോ സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? നമ്മളിൽ പലർക്കും അറിയില്ല സുജൂദ് എന്ന് പറഞ്ഞാൽ. ആ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. പടച്ചവനെ നമുക്കിഷ്ടമല്ലല്ലോ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം വിളിക്കുമല്ലോ. പടച്ചവനെ അല്ലാഹു വിളിക്കുകയാ, നമുക്ക് ആ പള്ളിയിൽ പോയി ഒന്ന് നിസ്കരിക്കാറ്, പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാറ് നമുക്ക് സമയമില്ലടോ. നമുക്ക് വല്ലാത്ത തിരക്കാടോ, നമുക്ക് വല്ലാത്ത തിരക്കാടോ, നമുക്കതിന്റെ മഹത്വം അറിയുന്നില്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര്, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുകയാ. ഈ ആകാശഭൂമിയാകട്ടെ, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും നീ കാണാൻ പറ്റുന്നതാകട്ടെ, കാണാൻ പറ്റാത്തതാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, എല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയാ. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂം വൽ ജിബാലു വശജറു വദ്ദവാബ് വകസീറും മിനൻ നാസ്. അല്ലാഹു പറയുകയാ, ഈ ആകാശഭൂമിയുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. അത് സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, പർവ്വതങ്ങളാകട്ടെ, മരങ്ങളാകട്ടെ, പടച്ചവനെ ഇടജന്തുക്കളാകട്ടെ, എല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ടോ. വകസീറും മിനൻ നാസ്, ജനങ്ങളിൽ അധികം പേരും അല്ലാഹു സുജൂദ് ചെയ്യുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവര്, ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സൂര്യൻ അല്ലാഹു സുജൂദ് ചെയ്യുന്നുണ്ട്. അബൂദർ തങ്ങളുടെ ഹദീസ് തെളിവാണല്ലോ. സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അബൂദറേ ഇതെവിടെ പോകുന്നതെന്ന് നിനക്കറിയുമോ? അബൂദറേ എനിക്കറിയില്ല നബിയേ.
അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സൂര്യൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്, പെങ്ങള് ചന്ദ്രൻ അല്ലാഹു സുജൂദ് ചെയ്യുന്നുണ്ട്, ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വന്നജ്മു വസ്സജറു യസ്ജുദാൻ, വൃക്ഷങ്ങളുണ്ടല്ലോ, ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോ കാണുന്ന മരങ്ങളുണ്ടല്ലോ, ആ മരങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. പടച്ചവനെ ഇഴജന്തുക്കൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു നമ്മളോട് പറയുകയാ, നിങ്ങളും എനിക്ക് സുജൂദ് ചെയ്യണേ, നിങ്ങളും എനിക്ക് സുജൂദ് ചെയ്യണേ, നിങ്ങളും എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യണേ. അല്ലാഹു നമ്മളോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് സമയമില്ലടോ, നമുക്ക് സമയമില്ലടോ, നമ്മൾ അതിന് തയ്യാറാകുന്നില്ല. അല്ലാഹു പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഉ വസ്ജുദൂ വഅബ്ദൂ റബ്ബക്കും ഫഫഅലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങൾ സുജൂദ് ചെയ്യണേ, നിങ്ങൾ എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യണേ. ആ സുജൂദ് ചെയ്തവരാണ് പടച്ചവനെ നിങ്ങളിൽ വിജയം പ്രാപിച്ചവരെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിസ്കരിക്കാൻ പറയുമ്പോ നമുക്ക് വല്ലാത്ത മടിയാണ്, സുജൂദ് ചെയ്യാൻ പറയുമ്പോ നമുക്ക് വല്ലാത്ത മടിയാണ്. എങ്കിലും സുജൂദ് ചെയ്താ കിട്ടുന്ന പ്രതിഫലം അറിയുമോ സഹോദരാ? അല്ലാഹുവിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ ചെന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ, ആ സുജൂദ് ചെയ്യുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഒന്നാമത്തെ പ്രതിഫലമാ ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ പ്രതിഫലമാ ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യന് പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താ അല്ലാഹു ആ മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം കേട്ടോ. ഇനിയെങ്കിലും സുജൂദ് ചെയ്യുമ്പോ നിനക്ക് ഓർമ്മ വേണം മനുഷ്യ, അല്ലാഹുവിന്റെ മുമ്പിൽ പള്ളിക്കകത്ത് നമസ്കരിക്കുമ്പോ ഞാനും നിങ്ങളും സുജൂദ് ചെയ്യുമല്ലോ. അത് കളിയല്ല, തമാശയല്ല. പടച്ചവനെ ചെയ്യുമ്പോ നീ മനസ്സിലാക്കണം, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യര് അല്ലാഹു 10 പ്രതിഫലം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരാൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്താൽ ആ സുജൂദ് ചെയ്യുന്ന മനുഷ്യന് അല്ലാഹു കൊടുക്കുന്നത് 10 പ്രതിഫലമാ. 10 പ്രതിഫലമാണ് അല്ലാഹു കൊടുക്കുന്നത്. ഈ പ്രതിഫലം അറിഞ്ഞുകൊണ്ട് വേണം നാളെ സുബഹി മുതൽ നീ സുജൂദ് ചെയ്യാറ്, എപ്പോൾ നിസ്കരിച്ചാൽ സുജൂദ് ചെയ്യാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വറിദ്വാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, സുജൂദ് ചെയ്താ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാണ്, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം കാണാം. സുജൂദിന്റെ അടയാളമുണ്ടല്ലോ, സുജൂദ് ചെയ്തതിന്റെ അടയാളമുണ്ടല്ലോ, അതാ ഒരു മനുഷ്യന്റെ മുഖത്ത് കാണാൻ കഴിയുമെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ അറിയാമടോ, അവന്റെ മുഖത്തടയാളം കാണാ, അവന്റെ മുഖത്തടയാളം കാണാ. അത് കേവലം നിസ്കാരത്തെ
തഴമ്പ് മാത്രമല്ല, അത് നിസ്കാര തഴമ്പ് മാത്രമല്ല. പലരും പറയാറുണ്ട്, ഉസ്താദേ പടച്ചവനെ ഞാൻ എത്രയോ കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നവനാണ്, എനിക്ക് നിസ്കാര തഴമ്പില്ലല്ലോ. എന്നാൽ ആ ചെറുപ്പക്കാരന്റെ നെറ്റിത്തടത്തിലെ തഴമ്പുണ്ടല്ലോ. സഹോദരാ, പായിലൊരച്ചുണ്ടാക്കുന്ന തഴമ്പിനെ കുറിച്ചല്ല പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിത്യമായി സുജൂദ് ചെയ്യുന്നവനുണ്ടല്ലോ, അവന്റെ മുഖത്ത് അടയാളം കാണാം. അടയാളമെന്ന് പറഞ്ഞ ഈമാനിന്റെ ഒരു പ്രകാശമുണ്ടല്ലോ, ഈമാനിന്റെ ഒരു ചൈതന്യമുണ്ടല്ലോ. അതാ പടച്ചവനെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാ കാണാമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരെയും കണ്ടിട്ടില്ലോ. ചിലരുടെ മുഖം കാണാൻ എന്ത് പ്രകാശമാണെന്നറിയുവോ? അവരെ കണ്ടാ മനസ്സിന് വല്ലാത്ത കുളിർമയാ. പടച്ചവനെ ചിലരെ കാണുമ്പോ നമ്മൾ ചെന്ന് പറയാറുണ്ടല്ലോ, അതാ സയ്യിദന്മാരും പണ്ഡിതന്മാരെ കാണാറുണ്ടല്ലോ. ആ കാടിയൊക്കെ വളർത്തിയ ഉസ്താദന്മാരെ കാണുമ്പോ, അഹ്ലു ബൈത്തിനെ കാണുമ്പോ ആ മുഖത്ത് തന്നെ ഒരു വല്ലാത്ത ഐശ്വര്യമാണല്ലോ. നമ്മൾ ചെന്നിട്ട് പറയാറുണ്ടല്ലോ, ദുആ ചെയ്യാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു കൊടുക്കുന്നതാണോ? അല്ലാഹു കൊടുക്കുന്നതാണ്. പണക്കാരന്മാർക്ക് അത് കിട്ടണമെന്നില്ല. പടച്ചവനെ അതാ ചിലരെ കണ്ടാൽ അറിയാതെ എഴുന്നേറ്റ് പോകുമടോ. അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്ന ചില ഉപ്പമാരെ കണ്ടാ പടച്ചവനെ അറിയാതെ എഴുന്നേക്കുകയാ. ചിലരുടെ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇരിക്കുന്നവര് മുഴുവനും എഴുന്നേക്കുകയാണ്, പടച്ചവനെ ബഹുമാനിക്കുകയാണ്, ആരാധരിക്കുകയാണ്. എന്തുകൊണ്ടോ? പടച്ചവനെ പണമുണ്ടായത് കൊണ്ടല്ല, അറിയപ്പെടുന്ന കുടുംബത്തിലുള്ള ആളായത് കൊണ്ടല്ല, ജമാഅത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആയത് കൊണ്ടല്ല. പടച്ചവനെ ചിലരെ കണ്ടാ അറിയാതെ എഴുന്നേറ്റ് പോകുമല്ലോ, ബഹുമാനിക്കുമല്ലോ, മുസാഫഹത്ത് ചെയ്യുമല്ലോ, കയ്യിൽ പിടിച്ച് ദുആ ചെയ്യാ പറയുമല്ലോ. അത് അല്ലാഹു കൊടുക്കുന്ന ഒരു അംഗീകാരമാ. അത് അല്ലാഹു കൊടുക്കുന്ന ഒരു അംഗീകാരമാ. അത് വെറുതെ കിട്ടുന്നതല്ലടോ, പൈസ കൊടുത്തിട്ട് കിട്ടുന്നതല്ല. പലരും പറയുന്ന ഉസ്താദേ എന്നാരും ബഹുമാനിക്കുന്നില്ലല്ലോ, എന്നാരും ആദരിക്കുന്നില്ലല്ലോ. എങ്ങനെ ആദരിക്കാനാണ്? അത് പണം കൊടുത്ത് കിട്ടുന്നതല്ല, അധികാരം കൊണ്ട് കിട്ടുന്നതല്ല. അത് അല്ലാഹു തരണം സഹോദരാ, അത് അല്ലാഹു തരണം പെങ്ങള്. അത് അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അത് കിട്ടാനുള്ള വഴി എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്ക് വാപ്പാ. നീ സുജൂദുകൾ അധികമായിട്ട് ചെയ്യൂ. നിന്റെ മുഖം കാണല് തന്നെ ഒരു ഐശ്വര്യമാ, നിന്റെ മുഖം കാണുന്നത് തന്നെ ഒരു സമാധാനമാ. എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ പറഞ്ഞതല്ല. മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ